ഹലോ ഗൈസ്, ഇന്ന് കല്യാണിയുടെ അംഗനവാടിയിലെ കുറച്ച് വിശേഷങ്ങളായാലോ. ഇതാണ് കല്യാണിയുടെ അംഗനവാടി. അപ്പോൾ കല്യാണി അംഗനവാടിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ എല്ലാ ഫ്രണ്ട്സും വാതിക്കൽ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് നിൽപ്പുണ്ടായിരിക്കുവേ. അതാണ് ആ അംഗനവാടിയിലൊരു പ്രത്യേകത. കാരണം എല്ലാ കുട്ടികളും തമ്മിലൊരു പരസ്പര സ്നേഹം സൗഹൃദമുണ്ട്. ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് അവിടുത്തെ ഹെൽപ്പറായിട്ടുള്ള മേരി ചേച്ചി. 2011 ബെസ്റ്റ് ഹെൽപ്പറിനുള്ള അവാർഡൊക്കെ ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ അംഗനവാടിയിൽ മൊത്തം 18 കുട്ടികളാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് അംഗനവാടിയുടെ അകത്തെ വിശേഷങ്ങൾ കാണുന്നതിനേക്കാൾ മുന്നേ പുറത്തെ വിശേഷങ്ങൾ കാണാം. ചെറിയ രീതിയിൽ വളരെ മനോഹരമായ ഒരു ചെറിയ പൂന്തോട്ടവും അതുപോലെ ഒരു പച്ചക്കറി കൃഷിത്തോട്ടമൊക്കെ ഇവിടെയുണ്ട്. വളരെ പരിമിതമായിട്ടുള്ളൊരു സ്പേസ് മാത്രമേ ഇവിടെ ഉള്ളൂ. വളരെ കുറച്ച് മുറ്റം. ആ ഉള്ള സ്ഥലത്ത് വളരെ മനോഹരമായ രീതിയിൽ എല്ലാം അറേഞ്ച്മെൻറ്റുകളും ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ള ഊഞ്ഞാലും ഊർന്നിറങ്ങാനുള്ളതും അതുപോലെ വട്ടത്തിൽ കളിക്കാനുള്ളതും എല്ലാമുണ്ട്. ഇതാണ് കല്യാണിയുടെ അംഗനവാടിയുടെ അകം. അപ്പോൾ ഇവിടെ ചുറ്റിനും കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. കാരണം കുട്ടികളെന്ന് പറയുമ്പോൾ എപ്പോഴും അവരെല്ലാം പുതിയതാണല്ലോ കണ്ണുകളിലൂടെ കാണുന്നത്. അപ്പോൾ ഭിത്തിയിലൊക്കെ ആണെങ്കിലും പിള്ളേരുടെ ഇഷ്ടപ്പെട്ട കാർട്ടൂണുകളും അങ്ങനെ എല്ലാം വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കുട്ടികൾക്ക് കണ്ണിനൊരു ആനന്ദം പകരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടീച്ചർ, മഞ്ജുള ടീച്ചർ. ടീച്ചറിന് 2009 ബെസ്റ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ടീച്ചറിനുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒന്നെന്ന് പറയുന്നത് ഇവിടുത്തെ ക്ലീനിങ് ആണ്. വളരെ നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് നല്ല ക്ലീനായിട്ട് കിടക്കുന്നു കേട്ടോ അടുക്കളയൊക്കെ. പിന്നെ ഇത് അവിടുത്തെ ഇടയ്ക്കുള്ള ഓരോ വിഷ്വൽസാണ്. ഇത് ഞാൻ എൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്തു എന്നുള്ളൂ. കുട്ടികളെ എല്ലാവിധ ആക്ടിവിറ്റീസുകളും ഇവിടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ വരുന്നില്ല. അപ്പോൾ അവരുടെ ബ്രെയിൻ ഡെവലപ്പൊക്കെ ആകുന്ന രീതിയിലുള്ള എല്ലാ കളികളും എല്ലാ രീതിയിലും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാ വീടുകളിലും ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടിയൊക്കെ ഉള്ളൂ. അപ്പോൾ ആർക്കും ഒരു ഷെയറിങ് മനോഭാവമില്ലാത്ത കുട്ടികളെല്ലാവരും. ഇപ്പോൾ എൻ്റേത് മാത്രം ഒരു കളിപ്പാട്ടം കിട്ടിയാലും എൻ്റേതാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പം അംഗനവാടി എന്ന് പറയുന്നത് വളരെ ഒരു നല്ല കാര്യം. കാരണം ഒരുപാട് കുട്ടികളുള്ളപ്പം പരസ്പരം ഷെയർ ചെയ്യാനും പരസ്പരം സ്നേഹിക്കാനും ഇങ്ങനെ ഒത്തുചേരുന്നതൊക്കെ വളരെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോളാണെങ്കിൽ തന്നെ ഫുഡ് കഴിക്കാനും പറക്കാനും കൂട്ടുകൂടാനൊക്കെ പൊറോട്ട. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനും പരസ്പരം ഷെയർ ചെയ്യാനും ഒക്കെ പഠിച്ച്. ഉച്ച സമയമാകുമ്പം എല്ലാവരെയും കിടത്തി ഉറക്കും. പിന്നെ ഒരു 3 മണിയാകുന്ന സമയത്ത് നമ്മളെല്ലാ പേരൻസും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോരും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.